السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في أفعاله، واحد في ذاته، واحد في صفاته، ليس كمثله شيء في الأرض ولا في السماء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ബഹുമാന്യ പണ്ഡിതൻ ഷറഫി, മറ്റു പ്രവർത്തകരെ, ഉസ്താദുമാരെ, വേണ്ടപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു നമ്മളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു സദസ്സിലാണ് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അവൻ ഉയർന്ന പദവി നൽകുന്നവരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പരിപാടിയുടെ ലക്ഷ്യം സമീർ മദനി പറഞ്ഞതുപോലെ കാസർഗോഡ് നടക്കുന്ന 18-ാം തീയതി വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം നടക്കുന്ന അയൽക്കൂട്ടമാണ്, വിജ്ഞാനവേദിയാണ് ഈ സദസ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഡയലോഗ് എന്ന ചോദ്യത്തിന് നമ്മൾ ഇസ്ലാമിനെതിരെ ഒരുപാട് ശത്രുക്കൾ, ലിബറലിസം, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്ന് വേണ്ട ആരെല്ലാം ഉണ്ടോ, പല പല പേരുകളിൽ ബുദ്ധിയുണ്ടെന്ന് പറയുന്നവർ, ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നവർ, വിവരമുണ്ടെന്ന് ആഘോഷിക്കുകയും പക്ഷെ വിവരമില്ലാത്ത വാക്കുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം അവരുടെ കഴിവനുസരിച്ച് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുവാനും ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുവാനും അതിന് തിരഞ്ഞെടുത്ത വഴികളെന്ന് പറയുന്നത് ചെറുപ്പക്കാരായ യുവാക്കളെയാണ്, യുവതികളെയാണ്, സ്കൂൾ വിദ്യാലയങ്ങളെയാണ്. ഇവിടെയൊക്കെ പോയിട്ട് അവർ വിഷത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ആരോപണങ്ങളും ഇല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മുന്നിൽ അവർ പറയുന്നതല്ല കാര്യങ്ങൾ, അവർ പഠിച്ചതല്ല കാര്യങ്ങൾ, അവർ പഠിപ്പിച്ചു തരുന്നതല്ല കാര്യങ്ങൾ. അതിലുമപ്പുറം സൃഷ്ടാവായ രക്ഷിതാവിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് അള്ളാഹുവിനെ കുറിച്ചും ഇസ്ലാം ദീനെ കുറിച്ചും പഠിപ്പിക്കുവാനും സംശയ നിവാരണങ്ങൾക്കുള്ള ഒരു പരിപാടിയാണ് കാസർഗോഡ് 18-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങുന്നത്. അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തകരെ പങ്കെടുപ്പിക്കുകയും, എത്ര പേരുണ്ട്, നമ്മൾക്കറിയാവുന്ന പല കുട്ടികളുമുണ്ട്, പല വിദ്യാർത്ഥികളുണ്ട്, പല ആൾക്കാരുമുണ്ട്. വിമർശന ബുദ്ധിയെ, നമ്മൾ ഇസ്ലാമിനെ നിരീക്ഷിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ,
അവരെ കണ്ടുപിടിച്ച് ഈ ഡയലോഗ് എന്ന പരിപാടിയിലേക്ക് വിളിച്ച് അവരെയും കൂടി പങ്കെടുപ്പിച്ച് അവരുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകാൻ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അണിനിരന്ന് നടക്കുന്ന ഒരു യോഗമാണ് ഡയലോഗ് എന്നത്, കാസർഗോഡ് നടക്കുന്ന യോഗം. അതിലേക്ക് നമ്മളെ കഴിവിൻ്റെ പരമാവധി എത്രത്തോളം ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ അത് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പ്രചാരണത്തിൻ്റെ ഒരു വിജയം കൂടിയാണെന്ന് ആദ്യമായി നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ലക്ഷ്യമില്ലാതെ നമുക്ക് ആർക്കും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയുവാനോ പഠിക്കുവാനോ സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾക്ക് മുമ്പിലുള്ളത്. എല്ലാവരും തിരക്കില. ആർക്കും ദീനിയായ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനും അത് അറിയുവാനും അത് ഉൾക്കൊള്ളുവാനും അത് എൻ്റെ ജീവിത ലക്ഷ്യത്തിൻ്റെ വിജയമാണ്, സ്വർഗത്തിലേക്കുള്ള പാതയെക്കുറിച്ചാണ് അവർ പറയുന്നത്, അത് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും എനിക്ക് ആഗ്രഹം വരിക എന്ന് പോലും നമ്മൾക്കില്ലാത്തൊരു സാഹചര്യത്താൽ നമ്മൾ ചുറ്റുപാടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. ആദ്യമായി നിങ്ങൾ ഓതിയ ഒരു ആയത്തിന്റെ അർത്ഥം യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിളിക്കുക. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ രക്ഷിതാവിനെ കുറിച്ച് അറിയണേ, പഠിക്കണേ, അത് ഉൾക്കൊള്ളണേ. അല്ലാഹു തആല നിർദ്ദേശങ്ങൾ, അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും അത് ശിരസാവഹിക്കുകയും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അല്ലാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് എൻ്റെ അല്ലാഹുവിന് എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടമാണോ ആ കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്, എൻ്റെ അല്ലാഹു എൻ്റെ റസൂലും എന്തെല്ലാം കാര്യങ്ങൾ അനിഷ്ടമായി പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം എനിക്ക് അനിഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ രക്ഷിതാവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ രക്ഷിതാവിനെ കുറിച്ച് അറിയണേ. ഫഖ്ശൗ, നിങ്ങൾ ഭയപ്പെടണേ. യൗമൻ, ഒരു ദിവസത്തെ കുറിച്ച് ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു ഉപ്പാക്കും ഒരു മകനെ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു ദിവസമാണ്. ഒരു ഉപ്പാക്കും ഒരു മകന് ഉപകരിക്കാത്ത ദിവസമാണ്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, ഒരു മകനിക്ക് ഒരു ഉപ്പാനെ കൊണ്ട് പ്രയോജനമുണ്ടാകൂല. ഒരാളും പരസ്പരം കണ്ടാലറിയില്ല. ഇന്ന് നമ്മൾ ഇവിടെ പല രീതിയിലും അഹങ്കരിക്കും. എൻ്റെ സ്വത്തുണ്ട്, ഞാനിവിടെ സുരക്ഷിതനാണ്, എനിക്കിവിടെ ഭയപ്പെടാനൊന്നുമില്ല, എൻ്റെ മക്കളുണ്ട്, എൻ്റെ സ്വത്തുണ്ട്, എനിക്ക് രക്ഷ നൽകാൻ എൻ്റെ എല്ലാവിധമായ സഹായത്തിനും എൻ്റെ മക്കളുണ്ട്, എൻ്റെ സ്വത്തുണ്ടെന്ന് പറയുന്ന മനുഷ്യ, നീ അഹങ്കരിക്കണ്ട. അല്ലാഹു പറയുന്നു, നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് ഉപകാരപ്പെടില്ല. ഒരു പാക്കും ഒരു മോനെ കൊണ്ട് ഉപകാരപ്പെടാത്ത ദിവസമാണ്. ഒരു മോനിക്കും ഒരു ഉപ്പാനെ കൊണ്ടും ഉപകരിക്കപ്പെടാത്ത ദിവസമാണെന്ന ദിവസം. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അറിയണം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായിട്ടും ഈ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നിനക്ക് കൊണ്ട് വിജയമുണ്ടെന്ന് പറയുന്നു, നിനക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നു. അതാണ് നിന്റെ ലക്ഷ്യത്തിന്റെ മാർഗമെന്ന് പറയുന്നു. ഇതിനു വേണ്ടി നമുക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നു, നരകത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുണ്ടല്ലോ. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹു പറഞ്ഞ വാഗ്ദാനം അത് വെറുതെ ഓരോരുത്തരും പരസ്പരം പറയുന്ന വാഗ്ദാനം പോലെയല്ല, പേടിപ്പിക്കലല്ല, അത് ഉള്ളത് തന്നെയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ലോകത്തിന്റെ പച്ചപ്പ് കണ്ട് നിങ്ങൾ അതിൽ വഞ്ചിതരാകരണ്ട. ഈ ലോകത്തിൻ്റെതായ പങ്ക് കണ്ടിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ അതിൽ വഹിച്ചു വീഴണ്ട. പക്ഷെ നിങ്ങൾക്ക് ഉപകരിക്കില്ല. അത് വഞ്ചനയുടെ തിരക്ക് മാത്രമാണ്. ഈ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകണ്ട. പലവിധ ആകർഷണങ്ങളും പലവിധ ഓഫറുകളും നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് കേൾക്കാം. പക്ഷേ ആ ഓഫറുകളൊന്നും യഥാർത്ഥ ഓഫറുകളല്ല. അള്ളാന്റെ ഓഫറുണ്ട്. അള്ളാഹ് വാഗ്ദാനം ചെയ്തത് ഹക്കാണ്, സത്യസന്ധമായ വാഗ്ദത്തമാണ്.
അത് അല്ലാഹു തആല പാലിക്കപ്പെടുക തന്നെ ചെയ്യും. അത് കിട്ടണമെങ്കിൽ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ലൗകിക ജീവിതം കണ്ട് ഇതിന്റെ പളങ്ക് കണ്ട് നിങ്ങൾ അതിൽ വഞ്ചിതരാകി പോകണ്ട. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ഈ വഞ്ചനയുടെ ചതിവ് കണ്ട് നിങ്ങൾ ആരും അതിൽ വഞ്ചിച്ചു വീഴേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ ഉണർത്തുകയാണ്. ഇതിൽ അറിയുവാനും പഠിക്കുവാനും നമ്മൾക്കുണ്ട്. നമ്മുടെ ജീവിതം ഞാൻ ഓരോരുത്തരും നമ്മൾ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ ഉമ്മ മുസ്ലിമാണ്, എൻ്റെ ഉപ്പ മുസ്ലിമാണ്, ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണ്, ഞാൻ ആ കുടുംബത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് ഞാനൊരു മുസ്ലിം. പാരമ്പര്യം വേണ്ട, ആരുടെയും പാരമ്പര്യത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹസിബത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എന്നെ വളർത്തിയത് ഇസ്ലാമാണ്, ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ന് വിചാരിക്കേണ്ടെന്നല്ല പറയുന്നത്. ഇതിന് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ, പറയാറില്ലേ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു, സുമയ്യ റളിയല്ലാഹു തആല അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കുകയും അതിലാണ് എൻ്റെ വിജയമെന്ന് പറയുകയും അതിൽ എനിക്ക് എൻ്റെ മുതലായുടെ അടിയോ ഇടിയോ വീട്ടിൽ നിന്ന് പുറത്താക്കലോ എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് നീതിയുടെ മതമാണ്, അത് ധാർമ്മികതയുടെ മതമാണ്, അതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. എത്രമാത്രം അടികൾ സഹിച്ചിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. കഥ പറയാനും കേൾക്കാനും എനിക്കും നിങ്ങൾക്കും ഒരുപാട് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. അത് കേട്ടവരാണ്, നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ ആ ചരിത്രത്തിൽ നാം എന്ത് ഉൾക്കൊണ്ടു, നാം എന്ത് പഠിച്ചു, നാം ഓരോരുത്തരും അറിയണം, മനസ്സിലാക്കണം. ഒരു ഘട്ടത്തിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഉമയ്യയുടെ അടിമയായി ജീവിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമായതിനു ശേഷം കെട്ടിപ്പിടിച്ചപ്പോൾ വേദനയോട് കൂടി പറഞ്ഞൊരു വാക്ക്, ബിലാലിന്റെ ഒരു വാക്കിൽ കാണാൻ, ചരിത്രങ്ങളിൽ കാണാം, എന്റെ ജീവിതത്തിൽ ഇത്ര വയസ്സിന്റെ അടുക്കിൽ ഒരു മനുഷ്യത്തൊലി ഒന്നിച്ച് കെട്ടിച്ച് എന്റെ മുഖത്തോട് ചേരുന്നത് ആദ്യമായിട്ടാണ്. ഇന്നേ വരെ ജനിച്ചത് മുതൽ എന്റെ ഉമ്മ എനിക്കാരാണെന്ന് അറിയില്ല, എന്റെ ഉപ്പ ആരാണെന്ന് എനിക്കറിയില്ല. എന്നെ ഉമ്മ വെക്കാൻ, ഒരു മുത്തം തരാൻ എന്റെ ഉപ്പ ഉണ്ടായിട്ടില്ല, എന്റെ ഉമ്മ എനിക്കറിയില്ല. ഈ ഉമ്മയത്തിന്റെ ചവിട്ടും കുത്തും ആട്ടും തുപ്പും മാത്രമേ എനിക്കറിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ചപ്പോൾ, ആശ്ലേഷിച്ചപ്പോൾ ഇന്നേ വരെ എന്റെ മനസ്സിൽ തട്ടാത്തൊരു നമ്പരം, വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നിയെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ഇന്ന് ഞാൻ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയമാണ്. ഐത്തവും വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും വിവേചനം കാണിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ വർഗ വ്യത്യാസമില്ല, വിവിധങ്ങളില്ല, വ്യത്യസ്ത മതങ്ങൾക്കും വ്യത്യസ്ത ആചാരങ്ങൾക്കും വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കും ഒരുപോലെ ഒരു പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ എന്ന് കാണിക്കാതെ സമൂഹത്തിൽ സമനില എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത, സമത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത, അറബിക്കോ ഒരു പ്രാധാന്യമില്ല, വെളുത്തവനെന്നോ ചുവപ്പവനെന്നോ കറുത്തവനെന്നോ വിവേചനമില്ല. ഇല്ല തഖ്വ കൊണ്ടല്ലാതെ, അല്ലാഹുവിനെ സൂക്ഷിക്കൽ കൊണ്ടല്ലാതെ. ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മഹത്വമെന്ന് പറയുന്നത് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനമെന്നത് പണത്തിനല്ല, സ്വാധീനത്തിനല്ല, ഭരണത്തിനല്ല. തഖ്വയുണ്ടോ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, അല്ലാഹുവിന്റെ കൽപ്പന ജീവിക്കുന്നുണ്ടോ, അവർക്ക് ഫضലുണ്ട്, സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്, ഉയർന്നതായ പദവിയുണ്ടെന്ന് പഠിപ്പിച്ച ഇസ്ലാം. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പഠിക്കണം.
ഉമയ്യത്തിന്റെ അടിയും ചാട്ടവാറിന്റെ അടിയും എത്രയോ ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 52 53 നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. ചുട്ടുവഴുത്തലായ പാറക്കഷ്ണത്തിന്റെ മുകളിൽ വലിയ ഒരു വസ്ത്രം നൂലിന്റെ കഷ്ണം പോലും ഇല്ലാതെ ഒലിച്ചേച്ചു കൊണ്ടുപോകുക. പോകുമ്പോൾ വഴിയിൽ നിന്ന് തൊലി ഇങ്ങനെ ഉതിർന്നു വീഴുന്നുണ്ട്, ചെലപ്പൊറ്റൊലിക്കുന്നുണ്ട്, ചോര ഒലിക്കുന്നുണ്ട്. എന്നിട്ട് പോലും പഴുപ്പ് കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിൽ ഉമയ്യ പറയുന്നുണ്ട്, ബിലാൽ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ വിശ്വസിക്കൽ മാറണമെന്നില്ല, എനിക്ക് മുഹമ്മദിന് ഇഷ്ടമല്ല എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ആ സന്ദർഭത്തിലും ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കെന്താണ്? അഹദ് അഹദ് അഹദ്. ഈ ഒരു വാക്കല്ലാതെ എന്റെ റബ്ബ് ഏകനാൻ, എന്റെ റബ്ബ് ഏകനാൻ. ഒരു സ്ഥാനത്തെ മോഹിച്ചുകൊണ്ടല്ല, ബിലാൽ മസ്ജിദ് നബിയുടെ പള്ളിയുടെ മുഅദ്ദിനുള്ള ആ പദവി ആഗ്രഹിച്ചുകൊണ്ടല്ല. അങ്ങനെ ഒരു മോഹമുണ്ട്. അല്ലാഹ് റബ്ബി, അല്ലാഹ് എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ഉറക്കത്തുച്ചരം അടിക്കുമ്പോഴും കുത്തുമ്പോഴും ഉറിവേൽപ്പിക്കുമ്പോഴും അടിച്ചുകൊണ്ടും ആ സന്ദർഭത്തിലും അല്ലാഹ് അല്ലാഹ് എന്ന് മാത്രമേ വായിൽ നിന്ന് വന്നിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വിട്ടാൽ അതൊക്കെ മാറ്റിയൊക്കെ റെഡിയാണ്. എന്ത് ദീന്, എന്ത് അള്ളാഹ്, എന്ത് പ്രസംഗം, എന്ത് വിജ്ഞാനവേദി, ഇതൊക്കെ നമുക്ക് എന്തിനാ? ഇതൊക്കെ അറിയില്ലേ? ഇനി നമ്മൾ ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കണോ? നമ്മൾ ഇതൊക്കെ ചെയ്യണോ? നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കീശയിലിട്ടാൽ പോലെ ഞാനൊരു ആദർശവാദിയാണെന്നോ അല്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ കീശയിലിട്ട് വിട്ടാൽ പോലെ എനിക്ക് ഈ പറയുന്ന പ്രവർത്തനം എന്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞു നടക്കുന്നവരോട് ബിലാലിന്റെ അനുയായി ആകണോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയണോ? പിൽക്കാലത്ത് സഹാബത്ത് ചോദിക്കുന്നു, മുസ്ലിം ആയതിനു ശേഷം ബിലാലേ, എന്തേ ആ സന്ദർഭത്തിൽ ഉമയ്യത്തിന് എനിക്ക് പറയാമല്ലോ, ഉമയ്യത്തിന്റെ വാക്ക് കേൾക്കാമായിരുന്നില്ലേ? ഇത്രയധികം അക്രമങ്ങൾക്കും ഇത്രയധികം ക്രൂരപീഡനങ്ങൾക്കും വിധേയമാകേണ്ടി വരുമായിരുന്നില്ലല്ലോ ബിലാലേ? ഒരു വാക്ക് പറയാമായിരുന്നില്ല ബിലാലേ? ആ സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക്, എന്റെ വായിൽ നിന്ന് അഹദല്ലാതെ വേറൊന്നും വരുന്നില്ല. ആ സന്ദർഭത്തിൽ എനിക്ക് അഹദ് അഹദ് എന്നല്ലാതെ വേറൊരു വാക്ക് എനിക്ക് വരുന്നില്ല. മാത്രമാണോ? വീണ്ടും ചോദിക്കുന്നുണ്ട്, ബിലാലേ, അന്ന് നീ ഉമയ്യത്ത് അടിക്കുമ്പോൾ പാറക്കല്ലിന്റെ മുകളിൽ ഉരുട്ടി വെച്ചു കൊണ്ടുപോൽ അങ്ങനെ പുറത്തിൽ നിന്ന് തൊലികളെല്ലാം തന്നെ വലിഞ്ഞുകൊണ്ട് ചോരയും ജലവും ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നില്ലേ? ആ സന്ദർഭത്തിൽ അഹദ് അഹദ് എന്ന് നീ പറഞ്ഞില്ലേ? വാക്ക് വായിൽ തൊണ്ടയിൽ നീരില്ല, വെള്ളമിറക്കിയിട്ട് ദിവസങ്ങളായി നല്ലൊരു വെള്ളം ചോദിക്കുമ്പോൾ ചീഞ്ചലവും മൂത്രവും വായിലൊലിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ അഹദ് അഹദ് എന്ന വാക്ക് പറഞ്ഞില്ല ബിലാൽ. അതൊന്ന് ഞങ്ങളൊന്ന് കേട്ട് ആസ്വദിക്കട്ടെ. അന്ന് ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അഹദ് അഹദ് എന്ന്? അതൊന്നൊരു പ്രാവശ്യം ഈ സന്ദർഭത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ ബിലാലേ? ആ സന്ദർഭത്തിൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക് ഞാൻ ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിക്കണം. ഞാൻ യഥാർത്ഥ ഒരു മുസ്ലിമാണോ? ഞാനൊരു യഥാർത്ഥ ഒരു മുഅ്മിനാണോ? ഞാൻ കൊടുത്ത ഷഹാദത്ത്, അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്ത് എൻ്റെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എൻ്റെ ജീവിതത്തിലും എൻ്റെ വാക്കിലും എൻ്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഉണ്ടോ എന്ന് ഓരോരുത്തർ സ്വന്തത്തോടൊന്ന് ചോദിക്കണം. എന്താ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു? കൂട്ടുകാരെ, എനിക്കത് പറയാൻ പറ്റും, പക്ഷേ ആ സ്വരം എനിക്ക് വരണമെങ്കിൽ എന്നെ അബൂജഹൽ വന്ന് അടിക്കണം, എന്നെ ഉമയ്യത്ത് വന്ന് അടിക്കണം. അവരെ വന്ന് അടിച്ചാൽ എനിക്ക് ആ ശബ്ദം വരും. നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഹദ് എന്നുള്ള വാക്ക് എനിക്ക് വരില്ല. മുസ്ലിമേ, ചോദിക്ക്, സ്വന്തത്തോടൊന്ന് ചോദിക്ക്. നമ്മൾ പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എത്രത്തോളം നമ്മൾ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഓരോരുത്തരൊന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ എത്രത്തെ സഹാബത്തിന്റെ ചരിത്രം പറയാൻ വേണ്ടി പറ്റും. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, അമാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു, സുമയ്യ റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ പതിച്ച സ്വർഗത്തിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്.
അവര് പഠിപ്പിച്ച ദീനിലേക്കല്ലേ പോണ്ടത്. നമ്മൾ അവരെ വഴിയെ പിന്തുടരാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പേരിന് വക്താക്കളാണ്, നാവിനൊരു കുറവുമില്ല, ഷഹാദത്ത് പറയുന്നവരാണ്. പക്ഷേ എന്റെ സ്വന്തം ജീവിതത്തിലുണ്ടോ, എന്റെ സ്വഭാവ ഗുണത്തിലുണ്ടോ, എന്റെ വീട്ടിലുണ്ടോ, എന്റെ മക്കളിലുണ്ടോ, എന്റെ ഭാര്യയിലുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കണം. നമ്മളെല്ലാവരും ദുനിയാവിന്റെ പിറകെ പോടുകയാണ്. ഞാൻ ആദ്യമായ അധ്യായത്തിൽ ഈ ദുനിയാവിന്റെ പച്ചപ്പ് കണ്ടതിന് പിന്നിൽ പോകേണ്ട കേട്ടോ, അതിൽ നിങ്ങൾ വഞ്ചിതരാകേണ്ട കേട്ടോ. ഇതൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ വെറിഞ്ഞവരുണ്ടായിരുന്നു. നാടും വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോയ സഹാബത്തിന്റെ കഥകൾ പഠിക്കണം. ഹിജ്റയെക്കുറിച്ച് ആരാധന പഠിക്കുന്നവരല്ലേ, കേൾക്കുന്നവരല്ലേ, അറിഞ്ഞവരല്ലേ. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞത്? അല്ലാഹുവിനും ഞാൻ വിശ്വസിച്ച എന്റെ ജീവിതത്തിൽ ജീവിക്കാൻ എന്റെ സ്വന്തം നാട്ടിൽ എനിക്ക് പറ്റുന്നില്ല. അതിന് എന്റെ വീട് വേണോ, എന്റെ സ്വത്ത്, എന്റെ ബിസിനസ് എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്കുള്ള യാത്ര എന്തിനു വേണ്ടി പോയി? ഈ ദീനനുസരിച്ച് ജീവിക്കാൻ. നമ്മൾ കയ്യിൽ ഉള്ളിൽ കിട്ടണമെന്ന് വില മനസ്സിലാകുന്നില്ല നമ്മൾക്ക്. ഞങ്ങൾ ദിവസം ദുനിയാവിന്റെ പൈസകൾ എണ്ണിക്കൊണ്ടിരിക്കുക. പൈസകൾ രാത്രി എണ്ണും, ഇത്ര ലക്ഷത്തിന്റെ കെട്ട് ഇങ്ങനെ എണ്ണി പെട്ടിയിൽ വെക്കുക. എന്നിട്ട് നാളെ ഞാൻ അങ്ങനെ ചെയ്യും, എന്റെ നാളത്തെ ലാഭം ഞാൻ ഉണ്ടാക്കും, ഞാൻ നാളെ ബിസിനസ് ചെയ്യും, ഞാൻ നാളെ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും. അങ്ങനെ കിടന്നവരല്ലേ നമ്മൾ. വയനാടിന്റെ മണ്ണിലേക്കൊന്ന് നോക്കണേ. വയനാടിന്റെ മണ്ണിൽ അങ്ങനെ പല സ്വപ്നങ്ങളും കണ്ടു ഉറങ്ങിയവരായിരുന്നില്ലേ? അവർ നേരം വെളുത്തപ്പോൾ സൂര്യനെ കണ്ടിട്ടുണ്ടോ? അവർ ആ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നതുപോലെയല്ലേ അവസ്ഥയുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് തരുന്ന പാഠങ്ങളല്ലേ, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? നീ എണ്ണി രാത്രി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയും അള്ളാഹുവിനെയും റസൂലിനെയും മറന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ഈ പെണ്ണ പൈസകൾ എണ്ണുന്നില്ലേ? ഇതൊക്കെ സ്ഥിരമായിട്ട് എന്റെ കയ്യിലുണ്ടാവുന്ന നീ സുരക്ഷിതമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് പല ആൾക്കാർക്കും സ്വന്തം ഉണ്ടാക്കിയാലും പോരാ, എന്റെ മക്കളുടെ അവസ്ഥ എന്താകും? ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കാറില്ല. എന്റെ ആഖിറം, എന്റെ ഖബറിലെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താ, അവർക്കെന്തുണ്ടാക്കണ്ടേ, അവർക്ക് ഭാര്യയ്ക്ക് ഉണ്ടാക്കണ്ട ആർത്തിയ ഉണ്ടാക്കിയത്തോളം മതിയായിട്ടില്ല എന്നുള്ളതാ. അറിയണം, പഠിക്കണം. അവനിങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നവർ. നമ്മൾ ചില ആൾക്കാർ, നമ്മൾക്ക് തന്നെ ആൾക്കാർ ചെറിയ ഈഗോ പ്രശ്നങ്ങളാണ്. നമ്മൾ അധികം ആൾക്കാരും പണ്ടേ പറഞ്ഞാലും ആദർശവാദികളാന്ന് പറയും, എല്ലാം അറിയുന്നവരെന്ന് പറയും. പക്ഷെ ചില ഈഗോകളാണ്. അയാൾ ശരിയില്ല, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഉഷാറാ. അയാളല്ല സെക്രട്ടറി, അയാളല്ല പ്രസിഡന്റ്, അയാളുടെ മുന്നിൽ നിൽക്കുന്നത്, അയാൾ ശരിയില്ല. ശരി, ഞാൻ ശരിയാണോ ഈ പറയുന്ന? ഞാൻ ശരി, നീ മാറി നിൽക്ക്, ഞാൻ ശരിയാക്കാന്നിട്ട് ഇയാൾ മുമ്പിൽ വരോ? അതും വരില്ല. സകല ആൾക്കാർ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സമൂഹം. അങ്ങനെ അകന്ന് മാറിക്കൊണ്ടിരിക്കുക. അവൻ ശരിയില്ല, ഇവൻ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തും ത്യജിക്കാനും മാപ്പാക്കാനും പഠിപ്പിച്ച ഇസ്ലാം മതം. അതിനെ ഉൾക്കൊണ്ട് അതിന്റെ വാദസ്വാദികളെ പറയുന്നു, എനിക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റൂല, ഇവനെ ഉൾക്കൊള്ളാൻ പറ്റൂല, ഞാൻ ആ യോഗത്തിൽ വരില്ല, ആ മീറ്റിംഗ് അവനുണ്ടോ ഞാൻ വരില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് കുത്തുവാക്കുകൾക്ക് സകലവിധ നാശമെന്ന് അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, പൈസ ഒരുമിച്ച് കൂട്ടുകയാണ്, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്, എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വിചാരിക്കുന്നു നശിക്കില്ല എന്ന്. വയനാടിന്റെ മണ്ണിൽ എന്തെല്ലാം നമ്മൾ കണ്ടതാ കേട്ടതാ. ഒരു പെട്ടിക്കുള്ളിൽ കെട്ടിയപ്പം കുറേ പുസ്തകങ്ങൾ. ആ പുസ്തകത്തിൻ്റെ ഇടയിൽ ഓരോ പേപ്പറിൻ്റെ ഉള്ളിലും 500-ൻ്റെയും 100-ൻ്റെയും 200-ൻ്റെ നോട്ടുകളാണ് ഉണ്ടായില്ലേ. പിന്നെ പറഞ്ഞ 50 പവനിൻ്റെ ഒരു വലിയൊരു കൊട്ട. ഇതൊക്കെ ആരുണ്ടാക്കി? ഉണ്ടാക്കിയവരൊക്കെ ഇപ്പം എവിടെ? ഞാൻ ചിന്തിക്കേണ്ടത്, ഈ ഉണ്ടാക്കിയവരൊക്കെ എവിടെ പോയി? കണക്ക് കൂട്ടിയവരൊക്കെ എവിടെ പോയി? അവർക്ക് ഉപകാരപ്പെട്ടോ? അവർ അതൊക്കെ ഉപകരിച്ചോ? ഷറഫി ഉസ്താദ് പറഞ്ഞതുപോലെ, നൗഫൽ ഭായി ചില ആൾക്കാർ സംസാരിച്ചത്
എന്നെ ചിലപ്പം 10ഉം 15ഉം എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ എന്നെ അവശേഷിച്ചത് അവർക്ക് വേണ്ടി കഫൻ ചെയ്യാനും അവർക്ക് മീത്തൽ മണ്ണിടാനും തസ്ബീഹ് ചെല്ലാനുമായിരിക്കും എന്നെ ബാക്കിയാക്കിയിട്ടുള്ളത് എന്ന്. ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലും വരാനില്ലേ? നമ്മളും പോകില്ല ഇതൊക്കെ വിട്ടേച്ചുകൊണ്ട്. എന്തേ നമ്മൾ ഉണരാത്തത്? എന്തേ നമ്മൾ പഠിക്കാത്തത്? നമ്മൾക്ക് നമ്മളെ തന്നെ എതിർ നിൽക്കുന്ന ദിവസം വരുന്നല്ല അള്ളാഹു തആല പറഞ്ഞത്. നമ്മൾക്ക് നമ്മളെ കൂടെയുള്ള നമ്മളെ കണ്ണ്, നമ്മളെ ചെവി, നമ്മളെ ഇതെല്ലാം നമുക്കെതിരാകുന്ന ഒരു ദിവസം അവർക്ക് നാവിനെ വായ്ക്ക് സീൽ വെക്കുന്ന ദിവസം വരും, കൈകാലുകൾ സംസാരിക്കുന്ന ദിവസം. അല്ലാഹു തആല പറയുന്നല്ലോ, ഖാലൂ ലജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. അന്നവർ ചോദിക്കും, എന്തേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കും. അന്ന് ഞാൻ കക്കാകും പോകുമ്പോൾ ഞാൻ തന്നെയല്ലേ പോയത്, അന്ന് നീ ഉണ്ടായില്ലേ എൻ്റെ കൂടെ? ഈ തൊലിയാകുന്ന നീ ഇന്ന് സംസാരിക്കുന്നുള്ള വാചാലനായിട്ട്. അന്ന് ഞാൻ കക്കാകും പോകുമ്പോൾ, വ്യഭിചരിക്കാൻ പോകുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നീ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായില്ലേ? അന്ന് എന്നെ നീ തിരുത്തിയില്ലല്ലോ, എന്നെ നീ കുറ്റപ്പെടുത്തിയില്ലല്ലോ, അന്ന് ചെയ്യാൻ പാടില്ല എന്ന് നീ പറഞ്ഞില്ലല്ലോ, ഞാനും നീ ഒന്നിച്ചല്ലേ ചെയ്തെന്ന് മനുഷ്യർ ചോദിക്കുന്ന ദിവസം. എന്തേ ഞങ്ങൾക്കെതിരെ നീ ഇന്ന് സാക്ഷി പറയുന്നു? ഖാലൂ അല്ലാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിക്കുന്നതെന്ന് പറയും. നമ്മുടെ ശരീരം, നമ്മളെ കൂട്ടിയുണ്ടായ നമ്മളെ തൊലി, നമ്മളെ കൈ, നമ്മളെ കാല് എല്ലാത്തിനും സഹായകമായി ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ കൈ, കാലുകൾ, തൊലികൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളയാണ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അല്ലദീ യന്തക കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരശേഷി കൊടുക്കുന്ന, എന്നെയും നിന്നെയും സൃഷ്ടിച്ച, അള്ളാഹു ലോകത്തെ തന്നെ സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു അന്ന് നമ്മോട് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഈ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവരാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അവരെന്താ പറയുന്നത്? വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും. നിങ്ങൾ അന്ന് വിചാരിച്ചില്ല നിങ്ങളെ കണ്ണും നിങ്ങളെ കാതും നിങ്ങളെ കൈയും നിങ്ങളെ കാലുകളും അന്ന് എനിക്കെതിരെ സാക്ഷി നിൽക്കും നിങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. വലാ ജുലൂദുക്കും വലാകിൻ ലനന്തും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്നതുണ്ടല്ലോ ആത്മാഭിമാനത്തോടെ, എനിക്കിത്ര മക്കളുണ്ട്, എനിക്കിത്ര പണമുണ്ട്, എനിക്കിത്ര തോട്ടമുണ്ട്, എനിക്കിത്ര സമ്പാദ്യമുണ്ട്, എനിക്കിത്ര കൊട്ടാരങ്ങളുണ്ട്, എനിക്കിത്ര ബിസിനസ് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ എണ്ണുമ്പോൾ ചിട്ടിച്ച അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിച്ചില്ലേ? നീ വിചാരാക്കി നരന്തും, നീ വിചാരിച്ചു പോയില്ലേ? അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇത് അല്ലാഹ് അറിയില്ല നിങ്ങൾ വിചാരിച്ചു പോയില്ലേ? വലാകിൻ ലന്നകും ലന്നകുമുല്ലദീ ലനന്തും ബിറബ്ബിക്കും അർദാക്കും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അല്ലാഹനെ കുറിച്ച് നിങ്ങൾ മോശമായ രീതി, നിങ്ങൾക്കൊക്കെ ഇല്ലാത്ത അല്ലാഹ്ക്ക് ഇതൊക്കെ കഴിയോ എന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. പലതും നിങ്ങൾ കാട്ടിക്കൂട്ടി, പലതും നിങ്ങൾ ചെയ്തു, പലതും നിങ്ങൾ പ്രവർത്തിച്ചു. അല്ലാഹ് ഇതൊന്നും കാണൂല, അല്ലാഹനെ പറ്റിക്കാം. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ, ഞാൻ ഹജ്ജ് ചെയ്തുവല്ലോ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നല്ലോ, എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു. എനിക്ക് മറ്റുള്ളവരോടുള്ള ഒന്നും ഖൈറ ഉമ്മ, നമ്മളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് നമ്മളെക്കുറിച്ച് പരിചയപ്പെട്ടത് ഉത്തമ സമൂഹം എന്നല്ലേ? അല്ലാഹ് നമുക്ക് തന്ന ക്വാളിഫിക്കേഷൻ, അല്ലാഹ് നമുക്ക് തന്ന ഗ്യാരണ്ടി, അല്ലാഹ് തന്ന നമുക്ക് ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾ ഖൈറ ഉമ്മത്താണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവരാകണം,
ചീത്ത കാര്യങ്ങളെ തടയുന്നവരാകണം, വിരോധിക്കുന്നവരാകണം. അത് സ്വന്തത്തിൽ നിന്ന് തുടങ്ങട്ടെ, വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ, മക്കളിൽ നിന്ന് തുടങ്ങട്ടെ, സമൂഹത്തിൽ നിന്ന് തുടങ്ങട്ടെ. കാണുന്ന ആൾക്കാരോടൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയണം, റസൂലിനെ കുറിച്ച് പറയണം, അവരെ കുറിച്ച് ദീനെ കുറിച്ച് ഉയർത്തണം, മരണത്തെ കുറിച്ച് ഓർമ്മിക്കണം. മരണം നമുക്ക് സംഭവിക്കുന്നതാണ്. ഏത് സന്ദർഭത്തിലും മരണം സംഭവിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വിളിക്ക് വേണ്ടി ഉത്തരം ചെയ്തു പോകേണ്ടവരാണ്. അതിന് നമ്മൾ എന്ത് തയ്യാറാക്കി എന്ന് ഓരോ ബുദ്ധിമാനോടും അള്ളാന്റെ റസൂൽ ചോദിക്കുന്നില്ലേ? ഓ സഹാബത്തെ, അറിയുമോ ആരാണ് ബുദ്ധിമാനെന്ന് അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ച സന്ദർഭത്തിൽ പറഞ്ഞില്ലേ? നമ്മൾ പറയും എന്റെ മോന് ഫ്ലൈറ്റ് എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവരാണ്, എന്റെ മോനങ്ങ് ബുദ്ധി, അവനാണ് ഏറ്റവും ബുദ്ധി എന്നല്ല പറയണ്ടേ. അതല്ല കേട്ടോ, നിന്റെ ജീവിതത്തെ സൂക്ഷിച്ചോ, ക്രമപ്പെടുത്തിക്കോ, അള്ളാനെ ഓർത്ത് ജീവിച്ചോ. എന്നാൽ അള്ളാഹ് നാളത്തെ ആഖിറത്തെ കുറിച്ച് ഓർമ്മ വരും, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. പരലോകത്തെ ചിന്തിച്ച് നടക്കുന്നവരും ജീവിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ ഹബീബുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ. എന്തേ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഹദീസും ആയത്തും കേട്ടിട്ട് ഉണർവ് വരുന്നില്ല? നമ്മൾക്ക് മാറാനുള്ള ലക്ഷ്യമേ ഇല്ല. ആയത്തുകൾ കേൾക്കുമ്പോൾ അത് കേൾക്കണ്ട ചെവിക്ക്. അന്ന് അബൂജഹലും കൂട്ടരും കാറ്റിയതുപോലെ ചെവിയിൽ വിരൽ വെച്ച് നിൽക്കുക. അതൊന്നും കേൾക്കാനുള്ള സമയമില്ല ഉസ്താദേ. അത് നിങ്ങളെ കുറിച്ച് ഉത്തരവാദിത്തമല്ലേ? നിങ്ങളെ കുറച്ച് ആൾക്കാരില്ലേ പള്ളിയിൽ ഏൽപ്പിക്കപ്പെടുന്ന ശമ്പളം തരുന്നില്ലേ? അവർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ഞങ്ങളോട് പറയണ്ട, അത് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറയും പുറംതിരിഞ്ഞ് നടക്കുന്നവർ. അല്ല പറഞ്ഞു തിരിഞ്ഞ് നടക്കും നിങ്ങളെ. അള്ളാഹ് അന്നകറ്റും നിന്നെ ദുനിയാവിൽ. നിങ്ങൾ എപ്രകാരം ഇതിനെ പുച്ഛത്തോടെ, അഹങ്കാരത്തോടെ, ധിക്കാരത്തോടെ എന്റെ ഡ്യൂട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങുകയാണെങ്കിൽ അല്ലാഹു തആല ഫകദാലിക അതത്ക ആയാതി ഫനസീതഹാ ഫകദാലിക അൽയൗമ തുൻസാ. അല്ലാഹ് മാറ്റപ്പെടും കേട്ടോ, അല്ലാഹ് നോക്കൂല കേട്ടോ, അല്ലാഹ് നരകത്തിലേക്ക് വലിച്ചെറിയും കേട്ടോ. സമയം കണ്ടെത്തണേ, പരിശ്രമിക്കണേ. ഇതിനുള്ള അവസരങ്ങളാണ് നമ്മളിൽ മുമ്പിലുള്ളത്. ഇതിനു വേണ്ടി അവൻ എന്ത് ചെയ്യണമെന്ന് ഓരോരുത്തരും അവനെ നോക്കണ്ട. അവൻ ചെയ്യുന്നില്ലല്ലോ, അവനല്ല നമ്മുടെ നേതാവ്, അവൻ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കേണ്ട. എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയും പള്ളിയിൽ ഉസ്താദുമാരില്ലേ, ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുന്നവരില്ലേ, അവരിൽ പോയി കാണുക, അവരുമായി ബന്ധപ്പെടുക. ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ഇതൊക്കെ ചോദിച്ച് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ചെയ്യേണ്ടവരല്ലേ. അതാണ് നമ്മൾ ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞ തഅ്മുറൂന ബിൽ മഅറൂഫ്, ഉത്തമ സമുദായം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയണം, പഠിക്കണം. സ്വർഗമാകണം എൻ്റെ ലക്ഷ്യം. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിനെതിരെ പറഞ്ഞ ഒരു പ്രവർത്തനവും എന്നിലുണ്ടാകൂല എന്ന് ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക, ഒരു പ്രതിജ്ഞ ചെയ്യുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാകട്ടെ. നമ്മിൽ ഒരുപാട് ആൾക്കാർ രോഗികളുണ്ട്, പലവിധ അസ്വസ്ഥതകൾ, പലവിധ വേദനകൾ, പലവിധ രോഗങ്ങൾ കൊണ്ട് അലയുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആഫിയത്തും ആരോഗ്യവും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് ഇന്നലെ മുതൽ അശ്രാന്ത പരിശ്രമിക്കുന്നവർ ഇതിനു വേണ്ടി പോസ്റ്റർ വഴിയായി, മെസ്സേജ് മുഖേന, പല രീതിയിലും ഏതെല്ലാം നിലക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹു അവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അവർക്ക് സിഹത്തും ആഫിയത്തും ആരോഗ്യം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളോട് സംസാരിക്കുന്നത് പ്രഗൽഭ പണ്ഡിതനും ഹോരിമുക്ക് ഹത്യവുമായ മുനീർ ഷറഫിയാണ്. അദ്ദേഹത്തെ വളരെ ആദരവോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.